ഈ ഉസ്ബെക്കിസ്ഥാനിലെ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി സാവറിയ അവരുടെ കൊലപാതകത്തിന് പിന്നിലുള്ള കാരണം മോട്ടീവ് യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് ഇപ്പം ദുരൂഹമായിട്ട് തുടരുകയാണ്. പല വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. ഈ പ്രതിയായിട്ടുള്ള സദറുൽ അനം മതപരിവർത്തനം നിർബന്ധിത മതപരിവർത്തനത്തിന് പ്രേരിപ്പിച്ചു എന്നാണ് ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ കാല് മുതൽ തല വരെ ചതച്ചരച്ചിട്ടുണ്ട് എന്നും ബന്ധുക്കൾ പറയുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് കാരണമെന്ന് ഇപ്പോൾ അന്വേഷിക്കുകയാണ്. ആരോപണം ഏറ്റവും ശക്തമായിട്ടുള്ളത് മതപരിവർത്തനമാണെന്നുള്ളതാണ്. എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? നമ്മൾ ഈ ലവ് ജിഹാദ്, മതപരിവർത്തനം ഇത് നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലരും അതിൻ്റെ അനുഭവങ്ങൾ നേരിട്ടിട്ടുമുണ്ട്. അത് തന്നെ ആവാനാണോ സാധ്യത? ഏതായാലും 2026 കേരള സ്റ്റോറിയാണിത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ നിർബന്ധിത മതപരിവർത്തനം, അതായത് പ്രേമം നടിച്ച് പെൺകുട്ടികളെ വശീകരിച്ച് പിന്നീട് അവരെ നിർബന്ധിത മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുകയും അതിന് വഴങ്ങാത്തവർക്കെതിരെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ ഉയർന്നു വന്ന ഒരു വാർത്തയും പരാതിയും ഒക്കെയാണ്. പല ആൾക്കാരും അങ്ങനെ പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോ ചോദിക്കും, ഇതിനെന്താണ് തെളിവ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗൂഢപദ്ധതി ഏതെങ്കിലും തീവ്രവാദ സംഘടന നടത്തുന്നുണ്ടോ, അതിന് തെളിവുണ്ടെങ്കിൽ ഹാജരാക്കട്ടെ എന്നൊക്കെ പറയും. ഇവിടെ കേരളത്തില് പലപ്പോഴും പോലീസ് തന്നെ തെളിവുകൾ എസ് കത്തിയൊക്കെ ഉണ്ടാക്കിയ ഒരു നാടാണ്. അപ്പൊ അത് വെച്ചിട്ട് നോക്കുമ്പോ ഒരു കൊലപാതകി അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഗൂഢസംഘം ആൾക്കാർക്കെതിരെ പല സ്ഥാപിത താല്പര്യങ്ങളോടെയും മതവൈരത്തോടെയും ഒക്കെ ആക്രമണം നടത്തുമ്പോൾ അവർ തെളിവുണ്ടാക്കി വെച്ചിട്ടല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. ഇവിടെ ഈ ഇരയുടെ കുടുംബക്കാർ ഉന്നയിച്ചത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. അത് നമ്മുടെ ചാനലുകളിലെല്ലാം ആ ആരോപണം കൃത്യമായിട്ട് വന്നു. ഒരുപക്ഷെ അത് സത്യം പറഞ്ഞാൽ ഒരു പുതിയ ഒരു തുറന്ന സമീപനമായിട്ട് ഞാനത് കാണുന്നു. അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. കാരണം ഇതുവരെ കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു സമീപനമായിരുന്നു അത്. കാരണം ഇങ്ങനൊരു സംശയം ഒരാൾ പ്രകടിപ്പിച്ചാൽ മതേതരത്വം തകർന്നു പോകും എന്നുള്ള ഒരു വാദഗതി മുൻനിർത്തി അത് പറയാൻ പാടില്ല. സത്യം പറയുക എന്നുള്ളതല്ല, ഇത് പുറത്തു പറഞ്ഞാൽ മതേതരത്വം തകർന്നു പോകും. ഇനി ആരെങ്കിലും അത് പറഞ്ഞാൽ ആ പറയുന്ന ആളിനെ RSSകാരനാക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ആസൂത്രിത ശ്രമം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ വിഷയത്തിൽ ആരും ഇതുവരെ പ്രതികരിച്ചു കണ്ടില്ല. കാരണം വീട്ടുകാരുടെ ആരോപണം അത്ര ശക്തവും വ്യക്തവും നേരിട്ടുള്ളതാണ്. അവര് ഈ പൊളിറ്റിക്കലി കറക്റ്റ് ആവും. ഇപ്പം അവരുടെ കുടുംബത്തിൽ നടക്കുമ്പോൾ അവർക്ക് പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ പറ്റത്തില്ല. ഇവിടെ പല ആൾക്കാരും എന്ത് സംഭവിച്ചാലും പൊളിറ്റിക്കലി കറക്റ്റ് ആവാനും അങ്ങനെയുള്ള ചില ശ്രമങ്ങൾ നടത്തും. അടവ് നയം കൊണ്ടുവരും അതിനകത്ത്. അടവ് നയം ഇക്കാര്യത്തിൽ ഈ വീട്ടുകാർ സ്വീകരിച്ചില്ല എന്നുള്ളത് അത് പ്രതിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഞാനിപ്പോ പ്രതിയെ രക്ഷിക്കാനുള്ള ആസൂത്രിത ശ്രമം നടക്കും. അതായത് പ്രതി അല്ല കൊന്നതെന്ന് പറയും, ഈ വീട്ടുകാർ പറഞ്ഞല്ല കാരണമെന്ന് പറയും. പക്ഷെ അത് അങ്ങനെയൊക്കെയുള്ള കള്ളക്കഥകൾ മെനയാനായിട്ട് പ്രതിയെ അനുകൂലിക്കുന്നവരും ചർച്ച നടത്തുകയായിരിക്കണം. അതുകൊണ്ടായിരിക്കണം പെട്ടെന്ന് ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന് വരാത്തത്. പക്ഷെ ഇത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കേരളം വിട്ടുപോകുന്ന മലയാളികൾ സ്വന്തം സഹോദരങ്ങൾക്കെതിരെ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അത് അതീവ ഗൗരവത്തോടെ കാണണം. അത് സംസ്ഥാനത്തിന്റെ പൊതുവിലുള്ള സാമൂഹിക അന്തരീക്ഷത്തെയും രാഷ്ട്രീയ അന്തരീക്ഷത്തെയും പ്രതിഫലിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിൽ നിലനിൽക്കുന്നത് ഒരു കപട മതേതരത്വമാണ്. കേരളത്തിൽ മതേതരത്വം അല്ല ഉള്ളത്. കേരളത്തിൽ സമാധാനം അല്ല ഉള്ളത്. അത് പുകയുന്ന ഒരു അഗ്നിപർവ്വതമാണ്. അപ്പോ അത് പൊട്ടിത്തെറിക്കാൻ കുറച്ച് സമയം എടുക്കുമെന്നുള്ളത്. നമ്മൾ കേരളത്തെ മൂടി വെക്കാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം രാഷ്ട്രീയ കാരണങ്ങളാൽ നമ്മൾ മൂടി വെക്കാൻ ശ്രമിക്കുന്ന വസ്തുതകളാണ്. ഇത് സത്യം പറഞ്ഞാൽ BJP അധികാരത്തിൽ വരുമോ എന്നുള്ള ഒരു പേടി. സത്യം പറഞ്ഞാൽ കേരളത്തിലെ BJP ഇതിനപ്പുറത്തെ ഒരു പാർട്ടിയാണ്. അത് ഒരു ഗുണമില്ലാത്ത ഒരു പാർട്ടിയായിട്ടാണ് ഞാൻ കാണുന്നത്. അവർക്ക് ഇത്തരം വിഷയങ്ങളിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് അവരുടെ ആശയത്തോട് പോലും പ്രതിബദ്ധത ഇല്ലാത്ത കുറച്ച് ആൾക്കാരാണ് അതിനകത്തിലുള്ളത്. അവരെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയില്ല. പക്ഷേ കേരളത്തിൽ
ഇത്തരം മത അടിസ്ഥാനത്തിലുള്ള ആക്രമണത്തിൽ ഇരകളാക്കപ്പെടുന്നത് ഒരുപാട് പേര് നിഷ്പക്ഷരായ വ്യക്തികളാണ്. ഈ കൊല്ലപ്പെട്ട സവാരിയ ബസന്ത് അവര് ബി ജെ പിക്കാരി അല്ലായിരുന്നല്ലോ. അവർക്ക് പിന്നെ അവരുടെ കുടുംബം അങ്ങനെ അതിന് RSS ബന്ധമൊന്നും ആരും ആരോപിച്ചിട്ടില്ല. ABVP കാരി അല്ലായിരുന്നല്ലോ. അപ്പോ ഈ ഇങ്ങനെ ഒരു രാഷ്ട്രീയ വൈരമൊന്നുമല്ല, ഇത് തികച്ചും മത പ്രേരിതമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ എന്തൊരു കാരണമാണ് ഇവിടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്? സഹപാഠികളൊക്കെ ഈ ലോകത്ത് എല്ലായിടവും, നമ്മള് സഹപാഠികളൊക്കെ തമ്മിൽ ചിലപ്പോൾ വഴക്കൊക്കെ ഉണ്ടാകാറുണ്ട്. ആ വഴക്കില് കാല് മുതൽ തല വരെ തല്ലി ചതച്ചിരിക്കുന്ന ഒരു കുട്ടിയെ അതിനിഷ്ഠൂരവും ക്രൂരവുമായിട്ടുള്ള ഒരു കൊലപാതകമാണ്. കൊലപാതകം നടത്തിയ ആളിന് കൊലപാതകം നടത്താൻ പരിശീലനം കിട്ടിയിട്ടുള്ള ആളാണ്. കാരണം അല്ലാത്ത ഒരാള് ഒരു കുട്ടിയെ പിടിച്ചു തള്ളുമ്പോൾ കുട്ടി താഴെ വീണ് മരിച്ചുപോയി, അതൊരു യാദൃശ്ചികതയാണ്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വടിയെടുത്ത് തലയ്ക്കൊരു അടി കൊടുത്തു, ആ അബദ്ധത്തിൽ തലയ്ക്ക് കൊടുത്തു, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഒരു കുട്ടിയെ കാൽപാദം മുതൽ തല വരെ കൃത്യമായി തല്ലി ചതയ്ക്കുമ്പോൾ അത് സമയമെടുത്തുള്ള ഒരു പരിപാടി. അതിനിടയ്ക്ക് ആ കുട്ടിയുടെ നിലവിളി ഉണ്ടാവും, അതിനിടയ്ക്ക് തിരിച്ചറിവിനുള്ള ഒരു സമയം കൊലപാതകിക്കുണ്ടാവും. പക്ഷെ ഇതൊന്നും വകവെക്കാതെ കൊലപാതകി തന്റെ ലക്ഷ്യം നടപ്പാക്കുമ്പോൾ തികച്ചും ആസൂത്രിതമായ ഒരു കൊലയാണ്. അതിന് പിന്നിൽ ഇതുപോലുള്ള വർഗീയമായ ചിന്തകളുണ്ട്. അതില്ലാത്ത ചിന്തകൾ ഇല്ലാത്ത ഒരാൾക്ക് ഇത്തരം കൊലയൊന്നും നടത്താൻ പറ്റും. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ ഇതിന്റെ സൈഡിലുള്ള ആൾക്കാർ എന്നെയും ഏതെങ്കിലും RSSകാരനാക്കാനോ ഒക്കെയുള്ള ശ്രമമായിരിക്കും നടത്തുന്നത്. ഞാനതിൽ ഭയക്കുന്നില്ല. കാരണം ആരെങ്കിലും ഒക്കെ സത്യം പറയണം. ആരെങ്കിലും സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിയും നിങ്ങളുടെ മകളും ഒക്കെ ഇതേപോലെ ആക്രമണത്തിന് വിധേയമാകും. കേരളത്തിൽ കൃത്യമായ നടപടി ഉണ്ടാവണം. ഇതൊരു വിദേശ രാജ്യത്തിൽ വെച്ചാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് കേരള പോലീസിന് ഇതിൽ റോളൊന്നുമില്ല. ഈ കുട്ടിയുടെ വീട്ടുകാര് കേരളത്തിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കുട്ടിയുടെ വീട്ടുകാര് റീപോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട്. അപ്പോ അവര് പറയുന്നത് ഈ 10 15 കൊല്ലമൊക്കെ അവിടെ കിടക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇയാള് അവിടുന്ന് ഇറങ്ങി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഉസ്ബെക്ക് ആൾക്കാർ നോക്കുമ്പോൾ ഇത് ഒരു മലയാളി വേറൊരു മലയാളിയെ കൊന്നു, അതിൽ അവർ അത്ര സീരിയസ്നെസ് കാണത്തില്ല. കാരണം അവരുടെ നാട്ടുകാര് ഇതിനകത്തിലില്ല. സ്വാഭാവികമായിട്ടും അവിടുന്ന് ഏതെങ്കിലുമൊക്കെ തരത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റും. ഇനി കേരളത്തിന്റെ ഒരു പ്രത്യേകത, ഇപ്പൊ ഗൾഫില് തന്നെ കുറ്റകൃത്യം നടത്തുന്ന ആൾക്കാർക്ക് വേണ്ടി ഇവിടെ വലിയ ഫണ്ട് പിരിവുണ്ട്. നാളെ സദറുൽ അനം എന്ന ഈ കൊലപാതകയ്ക്ക് മലപ്പുറം ജില്ലക്കാരനായ സദറുൽ അനത്തിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് പിരിവ് വരും. ബക്കറ്റ് പിരിവ് വന്നാലും ഞാൻ അതിശയിക്കില്ല. അതിന്റെ പേരിൽ മതേതര പാർട്ടികളും അവരിപ്പോഴത്തെ ഈ ഒരു ഒരു കോലാഹലം ഒന്ന് അടങ്ങാനിരിക്കുകയാണ്. കാരണം അത് കഴിഞ്ഞാൽ അവര് രംഗത്തിറങ്ങും. പുതിയ ന്യായങ്ങളും ക്യാപ്സൂളുകളും ഒക്കെ ആയിട്ട് ഇടതുപക്ഷ മതേതര പുരോഗമന ചിന്താഗതിക്കാരൊക്കെ പുറത്തു വരും. കുട്ടിയുടെ വീട്ടുകാരെ സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തും. അപ്പൊ അതിനുള്ളൊരു സമയം അവർ വാങ്ങുകയാണ് ഇപ്പോഴും എന്നാണ് ഞാൻ കരുതുന്നത്. ആ സമയം അവർ വാങ്ങിച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അടുത്ത കലാപരിപാടികളുമായിട്ട് അവർ രംഗത്ത് വരും. കൊലപാതകിക്ക് രക്ഷപ്പെടാൻ ഒരുപാട് പഴുതുകൾ ഇപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ പഴുതുകൾ പരമാവധി പ്രയോജനപ്പെടുത്തും. കാരണം സംഘടിതമായ ഗ്രൂപ്പുകൾ അസംഘടിതമായ ഒരു വ്യക്തിയെ ആക്രമിക്കുമ്പോൾ എപ്പോഴും സംഘടിത ഗ്രൂപ്പിനാണ് മേൽക്കൈ. സംഘടിത ഗ്രൂപ്പിന് രക്ഷപ്പെടാൻ ഒരുപാട് പഴുതുകളുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള മതപരിവർത്തനം, നിർബന്ധിച്ച് മതപരിവർത്തനം രൂപപ്പെടുന്നത് എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനുള്ള ആശയം ഇയാൾക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു? ഇപ്പം ഖുറാനിലടക്കം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങളൊരു പെൺകുട്ടിയെ സ്നേഹിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയായി സ്വീകരിക്കണമെങ്കിൽ മതം മാറിയിരിക്കണം. അതായത് നിന്റെ വിശ്വാസത്തിലേക്ക് വരുന്നത് വരെ നീ അവളെ നിന്റെ ഭാര്യയായിട്ട് കാണാൻ പാടില്ല എന്നാണ്. അല്ല, എന്റെ ഒരു ചോദ്യം അതൊന്നുമല്ല. എനിക്ക് ഖുറാനും ഹദീസും ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ആരെങ്കിലും പറഞ്ഞിട്ടുള്ള എവിടെങ്കിലും കോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വരി വെച്ചിട്ട് ഞാൻ മതഗ്രന്ഥങ്ങളെ ഒന്നും വിശകലനം ചെയ്യാൻ ഞാൻ തുനിയുന്നില്ല. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു പുരുഷനും അതായത് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുമ്പോൾ അതിൽ മതത്തിന് എന്താണ് പ്രസക്തി? എന്നാൽ പിന്നെ സ്നേഹിച്ച് കല്യാണം കഴിക്കരുത്.
സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നവർക്ക് മതം നോക്കിയിട്ടാണോ? പിന്നെ സ്ത്രീധനവും പെണ്ണിന്റെ വീട്, പെണ്ണിന്റെ സ്വത്തും, പെണ്ണിന്റെ കുടുംബസ്ഥിതിയും, പെണ്ണിന്റെ സോഷ്യൽ സ്റ്റാറ്റസും, പെണ്ണിന്റെ മതവും ഒക്കെ നോക്കിയിട്ടാണെങ്കിൽ സ്നേഹിച്ചല്ലല്ലോ കല്യാണം കഴിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കേണ്ടത് പിന്നെ കുടുംബക്കാർ തമ്മിൽ ആലോചിച്ചല്ലേ. എന്ത് പറയുന്നു ഗൗതം? തീർച്ചയായിട്ടും പ്രേമിക്കുന്ന ഇതൊക്കെ നോക്കിയിട്ടാണോ? രണ്ട് വ്യക്തി ഇവിടുന്ന് പിന്നെ ഞാനിപ്പോ തിരുവനന്തപുരത്തിരിക്കും. തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ എറണാകുളത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കൂടെ ട്രെയിനിലിരിക്കുന്ന ഒരാളുമായിട്ട് ഞാൻ സൗഹൃദത്തിലാകും. ഞാൻ സൗഹൃദത്തിലാകുന്നതിന് മുമ്പ് മേൽപ്പടിയാന്റെ പിന്നെ ജാതി, മതം, സാമ്പത്തിക പരിസ്ഥിതി, ബാങ്ക് ബാലൻസ്, വിദ്യാഭ്യാസ യോഗ്യത, ഇതിന്റെ ഒരു ലിസ്റ്റ് എടുത്ത് ഗൂഗിൾ അടിച്ച് നോക്കി ഇതെല്ലാം ശരിയാണോ എന്നൊക്കെ വെരിഫൈ ചെയ്തിട്ടാണോ ഞാൻ സൗഹൃദം സ്ഥാപിക്കുന്നത്. അപ്പൊ ഈ ഖുറാനും ഹദീസും ഗീതയും ബൈബിളും ഒക്കെ പ്രേമത്തിന്റെ ഇടയിൽ എങ്ങനെ കയറി വരുന്നത്? അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയേക്കരുത് പ്രേമിക്കുന്നത്. അതിനെക്കുറിച്ച് പറയേണ്ടത് ആലോചിച്ച് വിവാഹം കഴിക്കുന്ന ആൾക്കാരാണ്. കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുമ്പോഴാണ് ഇത്തരം പരിസ്ഥിതികളൊക്കെ അവര് ശ്രദ്ധിക്കേണ്ടത്. പ്രേമിച്ച് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നവന് രണ്ട് വ്യക്തികൾക്ക് തമ്മിൽ മനപ്പൊരുത്തമുണ്ടോ? രണ്ട് വ്യക്തികൾക്ക് തമ്മിൽ സ്നേഹിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ? ശാരീരികമായിട്ട് അവർക്ക് ആകർഷണം. മനുഷ്യനെ വിഭജിക്കുന്ന ആശയങ്ങളാണ് സാർ, മനുഷ്യനെ വിഭജിക്കുന്ന ആശയങ്ങളാണ് യഥാർത്ഥത്തിൽ പ്രേമത്തിലും മതത്തിനെ തിരികെ കയറ്റുന്നത്. അത് പ്രേമമല്ല എന്റെ ഗൗതം. ഒരു ചതിക്കുഴിയാണ്. അതിന് നിങ്ങൾക്ക് ലവ് ജിഹാദ് എന്ന് പേരിടാം, മറ്റത് എന്തെങ്കിലും പേരിടാം. ഈ ലവ് ജിഹാദ് എന്ന് പേരിട്ടത് തന്നെ ഇതിനെ രക്ഷിക്കാനായിട്ട് ഇത് ആസൂത്രണം ചെയ്യുന്നവരാണെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ഇതിനെ എതിർക്കുന്നവരാവണമെന്നില്ല. കാരണം ലവ് ജിഹാദ് എന്ന് പേരിട്ടുമ്പോൾ അങ്ങനെ പേരുള്ള ഒരു ആശയം എവിടെങ്കിലും ഉണ്ടോ? പേരൊന്നുമില്ല ഇതിന്. ഇതിന്റെ പിന്നിൽ ഇതൊരു അമൂർത്തമായ സംഭവമാണ്. ഈ ചില മതങ്ങളിലെല്ലാം അമൂർത്തമാണ്, വിഗ്രഹങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ മൂർത്തി ഇല്ലാത്തതാണ് അമൂർത്തം. ആശയതലത്തിൽ നിൽക്കുന്നതാണ്. അതിന് പേരില്ല, അതിന് പ്രത്യേകിച്ച് സ്വഭാവം ഇല്ല, ഒന്നുമില്ല. അതിനൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ആ അന്തർധാരയേ ഉള്ളൂ. ഈ അന്തർധാര ഇത്തരം ആക്രമണങ്ങളിലെല്ലാം ഉണ്ട്. ഇത്തരം ആശയങ്ങളുള്ള ചെറുബാല്യക്കാര് കേരളത്തിലുടനീളമുണ്ട്. കുറച്ചു ദിവസം മുമ്പല്ലേ എന്റെ ഗൗതം ഗൾഫിൽ നിന്ന് ഒരുത്തൻ സൗദി അറേബ്യയിൽ നിന്ന് പ്ലെയിൻ ഇറങ്ങിയപ്പോ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരും. മുഹമ്മദ് സനൂഫ് ഗൾഫിൽ നിന്ന് പ്ലെയിൻ ഇറങ്ങി. മുഹമ്മദ് സനൂഫിന് ഈ പിന്നെ പഹൽഗാം ആക്രമണത്തെ പിന്തുണയ്ക്കാൻ എന്താണ് കാര്യം? അതായത് അതിലൊരു തമാശ എന്ന് പറയുന്ന പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലെ ആൾക്കാർക്ക് പാകിസ്ഥാനെ ഇഷ്ടമല്ല. ഇവിടെ വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. അവിടെ പ്രക്ഷോഭത്തിന്റെ കൊടും തീയും കൊടും കാറ്റുമാണ്. അതങ്ങനെ പാകിസ്ഥാനിൽ മുഴുവൻ ആളിപ്പടരുന്നു. അവിടുത്തുകാർക്ക് വേണ്ട, പക്ഷെ കേരളത്തിൽ കുറച്ചു പേർക്ക് പാകിസ്ഥാനോട് സ്നേഹം. ജമ്മു കാശ്മീർ പാകിസ്ഥാന്റെ ആണെന്ന് അവർ പറയുന്നു. അവരെ എന്താണ് പ്രചോദിപ്പിക്കുന്നത്? അവരെ പ്രചോദിപ്പിക്കുന്നത് തികഞ്ഞ വർഗീയത, തികഞ്ഞ മതാന്ധത. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം രാജ്യത്തെയും സ്വന്തം നാട്ടുകാരെയും ഒക്കെ അവര് പല രീതിയിൽ ആക്രമിക്കും. ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ശ്രമമാണ്. ഇത് കണ്ടില്ലെന്ന് അടിക്കും രാഷ്ട്രീയ പാർട്ടികൾ. കാരണം രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മോൻ ചത്താല് മരുമോടെ കണ്ണുനീര് കണ്ടാൽ മതി. അവരുടെ രാഷ്ട്രീയ ശത്രുവിന് ഇതുകൊണ്ട് എന്തെങ്കിലും കോട്ടം ഉണ്ടാവുമെങ്കിൽ അവർക്ക് നല്ല സന്തോഷവും. ഇപ്പൊ കേരളത്തിലെ നിലനിൽക്കുന്ന ഈ ഒരു ഡിവൈസീവ് പൊളിറ്റിക്സ് ആണ്. ഇവിടെ ഇപ്പൊ ഏതെങ്കിലും ഒരു RSSകാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദു ആണ് ഇത്തരത്തിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ കേരളം കത്തുമായിരുന്നു. ഞാനിപ്പോ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാനത് അത്തരം ഒരു ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ പകരം എനിക്ക് പറയാനുള്ളത്, നീതി നിഷേധിക്കപ്പെട്ട, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലപ്പെട്ട ഒരു കുട്ടിയുടെ വധത്തിന്റെ പിന്നിലെ കാരണം അത് സമൂഹം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അവനെ ആ ആശയത്തെ പേരെടുത്ത് പറഞ്ഞ് നിന്ദിക്കുകയും ആ ആശയത്തെ ഇല്ലാതാക്കുകയും ചെയ്യാൻ സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനികളെന്നോ വേർതിരിവുണ്ടാകാൻ പാടില്ല. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, നമ്മുടെ സമയത്ത് കഴിഞ്ഞു. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ഓരോ മലയാളിയും എപ്പോഴും നമ്മുടെ വേറൊരു മലയാളിയെ കണ്ടാൽ ഒരു വലിയ സൗഹൃദമുണ്ട്. ഞാൻ കേരളത്തിന് പുറത്ത് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്ത ആളാണ്. ഡൽഹിയിലും മസ്കറ്റിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് ഡൽഹിയിൽ. അവിടെ ആ സാഹചര്യത്തിലൊക്കെ ഞാൻ ഒരിക്കല് കരോൾ ബാഗ് എന്ന് പറയുന്ന സ്ഥലത്ത്
അവിടെ അജ്മൽ ഖാൻ മാർക്കറ്റ് എന്ന് പറഞ്ഞ വലിയൊരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിന്റെ സമീപത്തുള്ള പദം സിംഗ് റോഡില് ഈ പണിക്കേഴ്സ് ട്രാവൽസ് എന്നൊക്കെ പറയുന്ന കേരളത്തിലെ ഒരു ട്രാവൽ, അദ്ദേഹം എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനടുത്തൊരു ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് എനിക്കൊരു 26 വയസ്സൊക്കെ കാണത്തുള്ളൂ. ഞാൻ രാവിലത്തെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ എതിരെ ഇരിക്കുന്ന വ്യക്തിയെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇയാളൊരു മലയാളിയാണെന്ന്. അപ്പോ അയാൾ അതീവ ദുഃഖിതനാണ്. 10-22 വയസ്സുള്ള ഒരു പയ്യന, എന്നെക്കാളുള്ള ഒരു പയ്യന. അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അയാളുടെ കയ്യിൽ നിന്ന് ഇഡലി താഴോട്ട് വീഴുന്നു. അയാൾക്ക് ചായ കുടിക്കാൻ പറ്റുന്നില്ല, കൈ വിറയ്ക്കുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, മലയാളിയല്ലേ? അതെ, എന്താ കാര്യം? അത് എന്നോടൊരു 10 മിനിറ്റ് സംസാരിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, സംസാരിക്കാം. അപ്പൊ ആ പയ്യൻ എന്നോട് ചോദിച്ചു, ചേട്ടൻ ഇവിടെ അടുത്താണോ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു അടുത്താണല്ലോ, എന്റെ റൂമിലോട്ട് വരാം. ഞാൻ എന്റെ റൂമിലോട്ട് അയാളെ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ അതിന്റെ തൊട്ടടുത്ത് തന്നെ താമസിച്ചുകൊണ്ട്. ഞാൻ എന്റെ റൂമിൽ വിളിച്ചുകൊണ്ട് പോയപ്പോൾ അയാളെ ഡൽഹിയിൽ ഒരു ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് കൊയിലാണ്ടിക്കാരനായ വ്യക്തിയാണ്. പേര് ഞാൻ പറയുന്നില്ല, പേരിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കൊയിലാണ്ടിക്കാരനാണ്. അയാൾക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് അയാളെ പറ്റിച്ചു. അപ്പൊ അയാൾ 5 പൈസ പോലും കയ്യിലില്ല. നാട്ടിലോട്ട് തിരിച്ചു പോകാൻ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ ഒരു 350 രൂപയും കൂടെ വേണം. അതാണ് അയാൾ എന്നോട് ചോദിച്ചത്. ആ 350 രൂപ ഞാൻ അയാൾക്ക് കൊടുത്തു. ഞങ്ങൾ തമ്മിൽ ഒരു പരിചയവുമില്ല. ഞാൻ അയാളുടെ വിശദാംശങ്ങൾ ചോദിക്കേണ്ട എന്റെ ആവശ്യമല്ല. അയാൾ മലയാളം സംസാരിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണമാണ്. മലയാളം സംസാരിക്കുന്നു എന്നുള്ള കാരണത്തോടുകൊണ്ട് എനിക്ക് സാമ്പത്തിക സഹായത്തിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നെ വഴി കാണിച്ചു തന്ന ആൾക്കാരുണ്ട്. അറിയപ്പെടാത്ത സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ മസ്കറ്റിലൊക്കെ വെച്ചിട്ട് എനിക്ക് വഴി കാണിച്ചു തന്നവർ. അത് മലയാളം സംസാരിക്കുന്നു എന്നുള്ള ഒരൊറ്റ ക്വാളിറ്റി കൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് മലയാളികൾ തമ്മിലുള്ള ആത്മബന്ധം അത്രയ്ക്കായിരുന്നു. ആ ആത്മബന്ധം ഇന്ന് തകർന്നിരിക്കുന്നു. ഈ കഴിഞ്ഞ കുറച്ചു നാളിന് മുമ്പ് ലണ്ടനിൽ അരവിന്ദ് ശശികുമാർ എന്ന ഒരു വ്യക്തി സലീം എന്ന ഒരു മലപ്പുറം ജില്ലക്കാരനെ സൗത്ത് ലണ്ടനിൽ സ്വന്തം വീട്ടിൽ വിളിച്ച് താമസിപ്പിച്ചു. സൽമാൻ സലീമിന് താമസിക്കാനുള്ള സ്ഥലം കണ്ടെത്താതെ ബുദ്ധിമുട്ടായിരുന്നു. അവസാനം സൽമാൻ സലീം ഈ എറണാകുളം ായിട്ടുള്ള അരവിന്ദ് ശശികുമാറിനെ ഇതൊക്കെ ആധുനിക കേരളമാണ്. പിണറായി ഒക്കെ കിടന്നുകൊണ്ട് ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പുതിയൊരു കേരളം സൃഷ്ടിക്കുമ്പോൾ ഇതാണ് പുതിയ കേരളമെങ്കിൽ പഴയ കേരളം തന്നെ ആയിരുന്നു നല്ലതെന്ന് ഞാൻ പറയും. ഇതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, കൊല്ലപ്പെട്ട സവാരിയ ബസന്തിന്റെ കുടുംബത്തിന് നീതി ലഭിക്കട്ടെ. സദറുൽ അനത്തിന് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ, ഞാൻ പറയുന്നത് നിയമം തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഇയാൾക്ക് വധശിക്ഷ തന്നെ ലഭിക്കട്ടെ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനി സദറുൽ അനന്മാരെ സൃഷ്ടിക്കേണ്ട കാര്യം കേരളത്തിലില്ല. ഇത് അവസാനത്തെ സദറുൽ അനമായിരിക്കണം. എന്തായാലും ശരി, ആ നീതി നടപ്പാകട്ടെ, സത്യം വിജയിക്കട്ടെ, സത്യമേവ ജയത്തെ.